രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. മത്തായി 10:42. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞോ, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളമായിരിക്കും, പക്ഷെ അത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കണം. കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോഴാണ് ഈ കൃപയെല്ലാം ഇരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമം, കാര്യം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന കൃപ നമ്മളിലേക്ക് ഡൗൺലോഡ് ആകണത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. മഹത്വം ഇരിക്കണം. ഇതിനകത്ത് ഇതെല്ലാം ടെക്നിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി, ആ ഒരു ഫോർമുല കണ്ട 4:20 വായിച്ച്, 4:20 റോമ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 4:20. 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൊക്കെ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 1 പത്രോസ് 4:11 എന്താ പറയണത്? ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണേ എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ശക്തി പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം തീർക്കണം. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവത്തെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റുപറയുക തന്നെ അർത്ഥം. മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹത്വപ്പെടുത്തുന്നു മഹത്വം തോത്രം എന്നൊക്കെ പറഞ്ഞ് വിറച്ച് തല്ലി പിടിച്ചുകൊണ്ട് വിറവാദം പിടിക്കണമല്ല. മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വിഷയം നമ്മൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് എല്ലാം നാമത്തിൻ്റെ യേശുവിൻ്റെ. ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭൂമിയിൽ കർത്താവ് കുറേ വിഷമം അനുഭവിച്ച ആളാണ്. ഭൂമിയിൽ വെച്ചാണ് കർത്താവ് 10 ദിവസം ഭൂമിയിൽ വെച്ചാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്. ഭൂമിയിൽ വെച്ചാണ് പീലാത്തോസ് കൊല്ലാൻ വേണ്ടി കർത്താവിൻ്റെ കൈ കഴുകി വിട്ടത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് യൂദാസ് മുത്തിക്കൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അവ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റവർ ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമാണ് ഭൂമി. ഈശോയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഭൂമി തൻ്റെ പ്രാണപ്രിയ ശിഷ്യൻ തന്നെ കണ്ടില്ലെന്ന് അറിഞ്ഞില്ലെന്ന് പറയുന്ന കൈയൊഴിയുന്ന സ്ഥലമാണ് ഭൂമി. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ജീവിതാനുഭവം എന്ന് പറയുന്നത് സ്വന്തം പ്രാണപ്രിയനായ ശിഷ്യൻ തന്നെ മുത്തിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന ഭൂമി. പക്ഷേ ഭൂമിയെക്കുറിച്ച് കർത്താവ് പറയണത് ഇത് യൂദാസിൻ്റെ ഭൂമിയാണ്, യൂദാസ് ഒറ്റിക്കൊടുത്ത ഭൂമിയാണ്, ഇത് 10 ദിവസം കൈയൊഴിഞ്ഞ ഭൂമിയാണ്, ഇത് പീലാത്തോസ് കൈ കഴുകിയ ഭൂമിയാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ ഭൂമി പിതാവെ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ട ഇടമാണെന്ന്.
ഈ പത്രോസിലൂടെ, പിലാത്തോസിലൂടെ, അതുപോലെ യൂദാസിലൂടെ കിട്ടിയ ദുരനുഭവങ്ങളിലൂടെ അത് നിൻ്റെ നാമത്തിൽ നിന്നുള്ള സ്നേഹത്താൽ ഞാൻ സ്വീകരിച്ചപ്പോൾ പിതാവേ, ഭൂമിയിൽ അതുവഴി ഞാനങ്ങയെ മഹത്വപ്പെടുത്തി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17:4 പറയണത്. ഓരോ അനുഭവങ്ങളും ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദുഃഖാനുഭവം, ദുരിതാനുഭവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള, നിത്യത ആഗ്രഹിക്കാനുള്ള, ആർജിക്കാനുള്ള അഭിഷേകമായിട്ട് ദൈവത്തിൻ്റെ അവസരമായിട്ട് കാണണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഭവങ്ങളെല്ലാം നിന്നെ മഹത്വപ്പെടുത്താനുള്ള വലിയ അവസരങ്ങളാണ് തിരിച്ചറിയുക. എല്ലാം അവസരങ്ങളാണ് ഈശോ പറയണത്. എല്ലാം അവസരങ്ങളാണ്. എന്തിനുള്ള അവസരം? ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരം. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് നമ്മുടെ ദുഃഖാനുഭവങ്ങൾ, ദുരിതാനുഭവങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഈശോ ചെയ്ത പോലെ. അതുകൊണ്ടാണ് വീണ്ടും ഈശോ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവസരങ്ങളാണെന്ന്. ഈ മനുഷ്യൻ്റെ വില ഇപ്പോൾ 21:13 എടുത്തേ, ലുക്കാന്റെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായി. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക്? ഇതെന്ന് പറഞ്ഞ ഏതാണ്? ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും. ഇത് ഈശോയെ കാണിച്ചതുപോലെ എന്താണ് ഇതെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും അവരുടെ സിനഗോഗുകളിൽ, അവിടെ സിനഗോഗുകളില്ലേ, കാരാഗൃഹങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പൊ എല്ലാ സകല സാഹചര്യങ്ങളും സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം വളരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ നിവൃത്തിയാക്കാനുള്ള ദൈവികമായ അവസരമായിട്ടാണ് ദൈവം നൽകുന്നുള്ള തിരിച്ചറിവാണ് ഉടമ്പടി നൽകുന്നത്. കൈയടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളില് അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. ഇതുപോലെ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാകണതെന്ന് നോക്കിയാൽ ഈ ആഴ്ചത്തെ മറ്റൊരു സാക്ഷിയോട് നിഷയുടെ സാക്ഷ്യം, തൃശ്ശൂരിൽ നിന്ന് നിഷയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ സാക്ഷ്യമാണ്. നിഷയ്ക്ക് മക്കളില്ല, 2 മക്കൾ അബോർട്ടായിപ്പോയി. അപ്പോഴതൊന്നും അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഗുജറാത്തിൽ പോകണം അത്യാവശ്യമായിട്ട്. അപ്പം ഞാൻ ഗുജറാത്തിൽ പോകണ മുമ്പ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എന്നൊക്കെ ഈ ആൾക്കാരൊക്കെ ഈശോയോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? ഈശോ എനിക്ക് ഗുജറാത്തിൽ അത്യാവശ്യമായിട്ട് പോകണം, പക്ഷേ ഞാൻ ഗുജറാത്തിൽ പോകണമെന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പറ്റത്തില്ല. അത് നിൻ്റെ ഇഷ്ടം, എന്താ വെച്ചാൽ നീ ചെയ്യും. അപ്പോഴേ എന്നാ പക്ഷേ ഗുജറാത്തിൽ പോണവരെ പ്രഗ്നൻ്റ് ആയില്ല, പോയി തിരിച്ചു വന്നപ്പോൾ പ്രഗ്നൻ്റ് ആയി. ഈശോ പറഞ്ഞു, അവളുടെ ടൈമിൽ ഈശോ വിഷയം സെറ്റ് ചെയ്യും. ഈശോ നിങ്ങളൊന്ന് അനുഭവിച്ച് അടുത്ത് നിന്നാണ്ടല്ലോ ഈ ആളാരാണെന്നറിയാം. പിന്നെ അപ്പനും വേണ്ട ഈ അമ്മനും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആവും. അത്രയും ലവബിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ അന്ത്യം വരെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നേരിട്ട് ഇപ്പം ദൈവാനുഭവമുള്ളവർ, സാധാരണ മനുഷ്യരിലെ ദൈവിക സ്പിരിച്വാലിറ്റിയിൽ അവർ വർത്തിക്കുന്ന കണ്ടില്ലേ? അപ്പം നേരിട്ട് അവളുടെ ജീവിത പ്രശ്നങ്ങൾ നേരെ ഈശോയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, എന്നിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ ഈശോ കൊണ്ടുവന്നു. അപ്പോൾ എന്നിട്ട് അവൾ പറയും, ഈശോ നിനക്ക് എന്നെ നേരത്തെ അറിയാം, ഓപ്പറേഷൻ പറ്റത്തില്ല, എനിക്ക് പേടിയാണ്. അതൊരു രസമാണ് ആ സാക്ഷ്യം. എനിക്ക് പേടിയാണ്, കാര്യം എനിക്കൊരു സൂചി കൊണ്ട് കുത്തണ പോലും ഞാൻ കിടന്ന് കാറും. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതാക്കി തരുമെന്ന് പറയും. അപ്പം എനിക്കത് ആ സാക്ഷ്യത്തെ മനസ്സിലായി എന്താണെന്നറിയാമോ?
ഓപ്പറേഷൻ മോശമാണെന്നല്ല ഞാൻ മനസ്സിലായത്. നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവസാനം ഒരു ദിവസം ഇവളുടെ അമ്മ ഒരു സ്വപ്നം കാണാം. കൃപാസനം മാതാവ് പ്രസവം എടുത്തിട്ട് കുഞ്ഞിനെ കൊടുക്കുന്നു. അപ്പോൾ അമ്മ ഇവളോട് പറയും, എടി നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല, കൃപാസനം അമ്മ തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് നിനക്ക് തരണമെന്ന് ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും. എന്നിട്ട് അത് 22-ാം തീയതിയാണെന്ന് പറയും. അവിടെയാണ് പ്രശ്നം. സ്വപ്നം ആർക്കും കാണാം, പക്ഷേ ഈ അമ്മ പറഞ്ഞ 22-ാം തീയതി തന്നെ ഇവൾ പ്രസവിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് ഈ വിഷയം എന്ന് വെച്ചാൽ നാം നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും ഉടമ്പടി കവർ ചെയ്യുകയാണ്. 22-ാം തീയതിയാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തു, അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്ത്, അവളുടെ അമ്മ അവളോട് പറഞ്ഞു 22-ാം തീയതിയാണെന്ന് പ്രസവിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, വേദന തോന്നത്തുമില്ലെന്ന് പറയും. അവൾ സാധാരണ ഓപ്പറേഷൻ അല്ലാതെ പ്രസവിച്ചിട്ട് പോലും വേദന തോന്നില്ല, ഒരു സൂചിക്കുത്ത് പോലും തോന്നിയില്ല. അതിന് അഭിഷേകമുണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ കയ്യിൽ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ഓപ്പറേഷൻ അല്ലാതെ താനെ സ്വാഭാവികമായിട്ട് പ്രസവിച്ച ആൾക്കാർക്ക് അറിയാമല്ലോ, 45 യൂണിറ്റാ മറ്റേയാണ്, 45 അസ്ഥികൾ ഒരുമിച്ച് ഒടിയണ അത്രയും വേദനയുള്ള കേസാണ് പ്രസവ വേദന. ഇതൊക്കെ ഫീൽ ചെയ്യാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, നീ സമുദ്രത്തിലൂടെ നടക്കും, സമുദ്രം നിന്നെ മുക്കത്തില്ലെന്ന് പറയുന്ന ഒരു അഭിഷേകമുണ്ട്. അത് അവർക്ക് കൊടുത്തിരിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീരല്ല എൻ്റെ യേശുവിൻ കരങ്ങളില, വീഴുന്നത് തീരല്ല എൻ്റെ യേശുവിൻ കരങ്ങളില. അതിനെന്താ ഇവളെ ഈ അഭിഷേകം കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. അവളോട് തിയേറ്ററിലോട്ട് ഇവളെ കുന്തിക്കൊണ്ട് പോയപ്പോൾ തന്നെ ഇവളോട് നേരത്തെ ഡോക്ടർ പറഞ്ഞ് ഈ കാശുരൂപം കൊന്തിയൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൾ മിണ്ടിയില്ല. ഡോക്ടർ അങ്ങോട്ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ സൂത്രത്തെ അവളെ കാശുരൂപം കയ്യിലെടുത്ത് പിടിച്ചു. എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ സമയത്ത് മുഴുവൻ ഉടമ്പടി കാശുരൂപം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അതിനിടക്ക് ആ നല്ല സമയമായപ്പോൾ കാശുരൂപം കയ്യിൽ നിന്ന് പോയി, ഓപ്പറേഷൻ തിയേറ്ററിൽ താഴെ വീണ്. അപ്പോൾ ഡോക്ടർ ഇവിടെ ചൂടായി, ഇതെന്താ കാണിക്കരുത്, നേരത്തെ പറഞ്ഞ ഇതൊന്നും എടുക്കാൻ പറ്റില്ലെന്ന്. ഡോക്ടർ ഇങ്ങോട്ട് എടുത്തതെന്ന് പറയും. അവസാനം ഇവിടെ നിലവിളി കൂട്ടിയപ്പോൾ കാശുരൂപം എടുത്ത് കൈ കൊടുത്തു. കാശിനെ കൈ പിടിച്ച സമയത്ത് ഇവിടെ പ്രസവിക്കുകയും ചെയ്തു. നിങ്ങൾ ആ സാക്ഷി കേൾക്കണം ശരിക്കും പറഞ്ഞാലേ. അതായത് സീരിയസ് ആയിട്ട്, അവൾ സീരിയസ് ആയിട്ടാണ്, ഡോക്ടറിൻ്റെ വാക്ക് പോലും കേൾക്കാതെ സീരിയസ് ആയിട്ടാണ് മദറിനെ ഹോൾഡ് ചെയ്യണത്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് അറിയും, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ ദൈവം അറിയിക്കും അവരെ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും, അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും, അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അവർ കാശുരൂപം ഹോൾഡ് ചെയ്യണതും ഒരു സാക്ഷ്യമാണ് ശരിക്കും. അല്ല ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേ എവിടെയെങ്കിലും മാറ്റി വെക്കത്തില്ല.
അങ്ങനെയാണ് 90% ആൾക്കാർ അങ്ങനെ ചെയ്യത്തുള്ളത്. ഈ 10% എപ്പോഴും ഹാട്രിക് അടിക്കണത്. വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ലാത്തത്. ആരോടും ഒത്തുതീർപ്പില്ല. അവരും അവരുടെ ദൈവവും വേറെ ഒന്നും അവരുടെ സത്യമായിട്ട് അവർ കരുതണില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉടായ്പാണ് ദൈവത്തെ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കാര്യം ഉടായ്പായിട്ട് മാറും. ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടത് ജസ്റ്റിൻ്റെ സാക്ഷ്യമാണ്. കടപ്പക്കര, കൊല്ലം കടപ്പക്കര ജസ്റ്റിൻ്റെ സാക്ഷ്യം. അതായത് 30 വർഷമായിട്ട് 3 വർഷമായിട്ട് അദ്ദേഹം വീടില്ല. അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി, അതല്ല പ്രശ്നം. അയാൾക്ക് 42 വയസ്സുണ്ട്. വൈഫിന് കൂടെ അബോർഷൻ സംഭവിക്കുന്നുണ്ട്. 2ാമത്തെ കുഞ്ഞിന് അബോർഷനാണ്. 3, 4, 5 പ്രാവശ്യം അബോർഷൻ സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത്, ഈ ജീവൻ്റെ തന്തു പൊക്കിളല്ലേ, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കിളിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി തേരം പുരട്ടി. അത് സാക്ഷ്യമാണത്. അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ്. ഭാര്യയുടെ പൊക്കിൾ കൊടിയിൽ ഉടമ്പടി തേരം പുരട്ടും. ഉടമ്പടി തേരം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ അബോർഷനില്ല, തീർന്നു. അതൊരു ചെയ്തു. അമ്മ ആ വിഷയം ഏറ്റെടുത്തു. കാര്യം നമ്മളത് അമ്മയ്ക്ക് ഏൽപ്പിച്ചല്ല. പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പോണ പോലെ പുരട്ടരുത്. അതതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട്. വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട്, വിശ്വസിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ വിഷയം ചെയ്യണത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഡോക്ടർ പറഞ്ഞ് 8ാം മാസം ഡോക്ടർ പറഞ്ഞ് 1100 ഗ്രാമേ ഉള്ളൂ. ഇൻക്യുബേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. ഭയങ്കര 1.5-2 ലക്ഷം രൂപയാവും ഇൻക്യുബേറ്ററിൽ വെച്ച് കൊച്ചിനെ വളർത്തിക്കഴിഞ്ഞാലേ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ. അപ്പോൾ ഇവൻ പറയും, അതൊന്നുമില്ല ഡോക്ടറെ, കൊച്ചിന് ആ സമയമാകുമ്പോൾ വെയിറ്റ് വെക്കുള്ളൂ. എൻ്റെ മനസ്സിലെന്തായിരിക്കണത്, അമ്മ അതിന് വെയിറ്റ് വെപ്പിച്ചുള്ളൂ എന്നാണ്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ 2,800 പെട്ടെന്ന് പ്രസവിച്ചു. ആ കറക്റ്റ് 10 മാസം ആയപ്പോൾ ആൾ പ്രസവിച്ചു. നല്ല ഉഗ്രഹം കുഞ്ഞ്. അതായത് ഈ വിശ്വാസ യാത്രയാണിത്. ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ്. സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ. ഇതൊക്കെ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കണം. ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കേറ്റ് ചെയ്യണത്. നമ്മളെ ഞെട്ടിച്ച് കളയും. അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നോക്കുക. ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ്. സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത്, ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അതിന് ഇവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവന് പൊക്കിൾക്കൊടിയിലൊക്കെ കൊണ്ടുപോയി ഉടമ്പടി തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട്. അവൻ ഇവിടെ പറഞ്ഞിരിക്കണ കാര്യം, ഇന്നലെ പറഞ്ഞ കാര്യം, ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത്. എനിക്കൊരു നിർബന്ധമുണ്ട്, കർത്താവിനെ അറിയാത്തവരാണോ എന്ന് അറിയണം. അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാണ്. അതാണ് വിഷയം. കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കണത്. അവർ കർത്താവിനെ അറിയാൻ വേണ്ടി. ഇങ്ങനെയുള്ളവർ ദൈവം അറിയാതിരിക്കുമോ? ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി ഇതുപോലെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളൊരു ഫ്രഷ് ഹാൻഡ് ആണെങ്കിൽ പോലും, ആദ്യമായിട്ടും ഈശ്വരനെ അറിയുന്നവരാണെങ്കിൽ പോലും, കർത്താവ് നിങ്ങളോട് ഉടമ്പടിയിലൂടെ മറുപടി പറയും. പല ആൾക്കാരുടെ ഉടമ്പടി ലാഗ് ചെയ്യണത് പകുതി ചെയ്ത് ഈ വവ്വാല് ചപ്പണ പോലെ ഉടമ്പടി എടുത്തിട്ടാണ്. വവ്വാല് ചപ്പണ വാങ്ങാൻ കണ്ടിട്ടുണ്ടല്ലോ, പകുതി ചപ്പുമ്പോൾ തന്നെ അത് ഒടിഞ്ഞ് താഴെ വീഴും. പിന്നെ നോക്കുമ്പോൾ പകുതി ചപ്പിയിരിക്കണ കാണാം. പകുതി ചപ്പി ഉടമ്പടിയാണ് പല ആൾക്കാരുടെയും. വവ്വാല് ചപ്പി ഉടമ്പടി എന്ന് പറയും. എന്താ കാര്യം വെച്ചാൽ ഇവർ പകുതി ചെയ്യും, ചിലത് ചെയ്യും, ചിലത് ചെയ്യത്തില്ല. ചിലത്
ഭംഗിയായിട്ട് ചെയ്യും, ചില ചെയ്തെന്ന് ഒപ്പിച്ചു വരത്തും. അങ്ങനെ പോയ ഉടമ്പടികളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് സമ്പൂർണ്ണമായിട്ട് ദൈവസ്നേഹത്തോടുകൂടി ചെയ്യാനുള്ള അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ ചെയ്യാനുള്ള അഭിഷേകം ഈ ആരാധനയോടെ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യം എൻ്റെ മക്കളെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് കൈമാറാനുള്ള സുവിശേഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി നിങ്ങളെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങേ അറിയാത്തവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ, ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അധികമായി കൃപ നൽകി ഞങ്ങളെ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ സജ്ജി ആയാലും ആരായാലും അവിടെ വില എങ്ങനെയാണ് അവർ കൂട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കും എന്നാണ് ഈശോ പറഞ്ഞത്. സ്വർഗീയ വിനിമയത്തിനായി ഞാൻ ഒരുക്കി വെക്കും. അതിൻ്റെ വില കൂടിയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ കൈമാറ്റത്തിലൂടെയും മറ്റുമുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെയുമാണ് നമ്മൾ യേശുവിനെ ഏറ്റുപറയാത്ത ഒരു പ്രവർത്തനങ്ങളിലും ദൈവത്തിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. സഭയിലൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടക്കുന്നതാണ്. പക്ഷെ അതിലൊന്നും യേശുവിനെ അവർ ഏറ്റുപറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല പ്രവർത്തനങ്ങളിലും ചില അച്ഛന്മാർ ലോഹ ഒരിക്കലും ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ വീടുകളിലൊക്കെ വരും ഇടവക ലോഹയൊക്കെ ഇടാതെ. അങ്ങനെ ബുദ്ധിമുട്ടാണ് യേശുവിനെ അത് ഏറ്റുപറയാൻ. അവരങ്ങനെയുള്ളവർ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം? അവരോട് പറയണം, നിങ്ങൾ ഇത് ഈ വസ്ത്രമൊക്കെ ഇട്ടിരിക്കുന്നത് കർത്താവിനെ ഏറ്റുപറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് പേടിയാണ്. അതാ പ്രശ്നം. ഞങ്ങളുടെ മുമ്പിൽ അവർക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണെന്ന് അറിയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ട്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വിശ്വാസികളാകുമ്പോൾ അതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും ലോകയിലാണ് അച്ഛൻ ഇരിക്കണമെന്ന്. അങ്ങനെയല്ല. അച്ഛനെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു വിശുദ്ധ വസ്ത്രം കൊടുത്തിട്ടുണ്ട്. അത് മാനിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെയാണ് അവർ കൈമാറണത്. അല്ലെങ്കിൽ പാൻസും കോട്ടോട്ട് ജോലി ചെയ്യാൻ ആർക്കാൻ പറ്റാത്തത്? അത് ക്രിസ്തുവിനെ കൈമാറാൻ എന്താ ഉറപ്പിരിക്കണത്? അവരവരെ തന്നെ കൈമാറി. ചിലപ്പോൾ ലക്ഷണം കൊടുക്കുമായിരിക്കും, പക്ഷെ കഥയില്ല. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കണം. ക്രിസ്തു മഹത്വപ്പെടണം മക്കളെ. ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. അതിപ്പോൾ ഓരോരുത്തരും കണ്ടില്ലേ നിങ്ങൾ? ആ സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൽ വിശേഷ വിദ്യയായി അവർ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും അവർ മഹത്വപ്പെടുത്തുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ എന്താ സംഭവിക്കണത്? ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. അത് അങ്ങോട്ടുള്ള ഒരു ഉഭയകക്ഷി ഇടപെടലാണ്. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഈശോ പ്രവർത്തിച്ചതല്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുന്നത് എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്നതിലൂടെയാണ്. ഉടമ്പടിയിൽ ഒത്തിരിയേറെ അവസരങ്ങളാണ്. അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലി ഇരുട്ടത്ത് കുത്തിയിരുന്ന് പിച്ചുപയും പറഞ്ഞ് ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ദൈവത്തിന് വേണ്ടി ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി തീർക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ ദൈവിക നടപടിക്രമവും പദ്ധതിയും സ്വർഗത്തിൻ്റെ പദ്ധതിയുമാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി എന്ന വലിയ പദ്ധതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കി അവിടുത്തെ സ്നേഹത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത്, ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ശ്രുതിക്കട മക്കളെ, ശ്രുതിക്കട. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന സന്ധിബന്ധങ്ങളിലും മാംസപെശുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ യേശുനാമം മഹത്വപ്പെടുവാൻ ആരാധന. സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേടേ സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും അവരുടെ ജീവിത മണ്ഡലങ്ങളിലെല്ലാം അവർക്ക് വീഞ്ഞില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത്. അമ്മയെ പരിശുദ്ധ അമ്മ ജോലിയില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ മക്കളെ. അമ്മയെ പരിശുദ്ധമേ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്ന, വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പോകുന്നവർ, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, വിദേശ യാത്രയിൽ കുടുങ്ങിപ്പോയവർ, ജയിലകപ്പെട്ട മക്കൾ, പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ, വീട്ട് തടസ്സങ്ങളുള്ളവർ, കർത്താവ് അവരിപ്പോൾ കണ്ണുനീരോടെ ഞങ്ങളുടെ തിരുസേനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, എൻ്റെ കർത്താവ്, കുഞ്ഞുങ്ങളില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തോരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ്, പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ് സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവ്, വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുകൊണ്ടിരിക്കുന്ന വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, കർത്താവ് വീടില്ലാത്തവരെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അവരെല്ലാം കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ചൊരിയുടെ കർത്താവ്, ഭർത്താവ് മരിച്ചുപോയവർ, ജീവിത പങ്കാളി മരിച്ചുപോയവർ, അകന്ന് താമസിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് അപകടം പറ്റിയവർ, കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്, പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ, കർത്താവ് തടസ്സങ്ങളുള്ളവർ, കർത്താവ് ലോൺ കിട്ടാത്തവർ, കർത്താവ് അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവമേ എന്ത് ചെയ്യണം, ആര് സഹായിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത കർത്താവ് വിഷമിക്കുന്ന മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മഹത്വം.
മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയിൽ വിളിച്ചു പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ.